ഹേയ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ACCA പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഹെൽപ്ഫുൾ ആവുക സയൻസ് സ്റ്റുഡൻസിനാണ്. സോ ഒന്നും അറിയാത്ത അക്കൗണ്ടിങ് എന്താണ് അല്ലെങ്കിൽ ഫിനാൻസിങ് എന്താണ് കാര്യങ്ങളൊന്നും അറിയാത്ത സ്റ്റുഡൻസാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ എന്തായാലും നമുക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആവും. സോ ഞാനങ്ങനെ വലിയ ട്യൂട്ടറോ അല്ലെങ്കിൽ ഫാക്കൽറ്റി ഒന്നുമല്ല, എങ്കിലും എനിക്ക് അറിയുന്ന രീതിയിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്നാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഡെയിലി നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഇമാജിൻ ചെയ്യും. അവിടെ ഡെയിലി എത്ര പേര് വന്ന സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും, എത്രയൊക്കെ ബില്ലുകളുണ്ടാവും. ഈ ബില്ലുകളെല്ലാം കൂടി ഇവർക്ക് എടുത്തു വയ്ക്കാൻ പറ്റുമോ, എത്ര കാലത്തേക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റും? സോ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിന് ഒരു സമ്മറി ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാൻ പരുവത്തിനാക്കുക. അതാണ് ബേസിക്കലി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ബില്ലുകളും കാര്യങ്ങളും ട്രാൻസാക്ഷൻസും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പരുവത്തിൽ ഒരു മീനിങ് ഫോർമാറ്റിലേക്ക് സമ്മറൈസ് ചെയ്ത് മാറ്റുന്നതിനാണ് അക്കൗണ്ടിങ് എന്ന് സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ട്രാൻസാക്ഷനെ മീനിങ് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ് അക്കൗണ്ടിങ് എന്ന്. അപ്പോൾ ഈ അക്കൗണ്ടിങ് 5 സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ചെയ്യുക. ഏതൊക്കെയാണ് 5 സ്റ്റെപ്സ് എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാവും. ഈ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് ബില്ലിനെയാണ്. ഓക്കെ, ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലിനെയാണ് നമ്മളൊരു സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. ഈ സോഴ്സ് ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് നമ്മളൊരു ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യും. ജേണൽ എൻട്രി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കും. ഇത് ജസ്റ്റ് ബേസിക്സ് മാത്രം. ആ ടേംസ് എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമുള്ളൊരു വീഡിയോ ആണ്. അതിനുശേഷം നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്തല്ലോ, അതിൽ ഡെബിറ്റും ക്രെഡിറ്റിനെയും ഒക്കെ നമ്മൾ എടുത്തിട്ട് ലെഡ്ജറിലേക്ക് എഴുതുകയാണ്. ലെഡ്ജർ എന്ന് പറയുന്നത് ഈ ജേണലിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോർമാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ലെഡ്ജറിലുള്ള ബാലൻസുകളുണ്ടല്ലോ, ഈ ബാലൻസുകളെ മാത്രം എഴുതുന്ന ഒരു സെക്ഷനാണ് ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കും. സോ ട്രയൽ ബാലൻസിൽ ഉള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ എൻഡ് പ്രോസസ്സ്, അതായത് ഏറ്റവും അവസാനത്തെ പ്രോസസ്സ്. നമ്മൾ ഈ പറഞ്ഞതിൽ ആദ്യത്തെ 4 കാര്യങ്ങൾ, അതായത് സോഴ്സ് ഡോക്യുമെൻറ്റ്, ജേണൽ എൻട്രി, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഈ 4 കാര്യം ചെയ്യുന്നതിന് നമ്മൾ പറയുക ബുക്ക് കീപ്പിംഗ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു സാധാ അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്ക് വരുന്ന കാര്യങ്ങൾ. അതായത് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഏറ്റവും എൻഡ് പ്രോസസ്സാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് 5 എലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 5 എലമെൻറ്റ്സ് നോക്കാം. ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് അസറ്റ്സ് ആണ്. അസറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനി തൻ്റെ കൈവശം വയ്ക്കുന്ന, അതായത് ബിൽഡിങ്സ്, മെഷീൻസ്, അങ്ങനെ നമ്മുടെ സ്വത്തുക്കൾ എന്ന് പറയില്ലേ, ആ തരത്തിലുള്ള നമ്മൾ കൈവശം വയ്ക്കുന്ന കാര്യങ്ങളാണ് അസറ്റുകൾ. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അവരിപ്പോൾ ഒരു മെഷീൻ കയ്യിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് മൊത്തം, ആ ഒരു മെഷീൻ്റെ ലൈഫ് മൊത്തം അത് ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. സോ ഇതാണ് എന്താണ് അസറ്റ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. സോ നമ്മുടെ 2ാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞുതരാം, അല്ല ഇതിനൊന്നും അങ്ങനെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ഒരാളുടെ നിന്ന് കടം മേടിക്കുകയാണ്. ഒരു 5000 രൂപ കടം മേടിച്ചു എന്ന് വിചാരിച്ചോ. ഈ 5000 രൂപ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ തിരിച്ചു കൊടുക്കേണ്ട കടം മേടിച്ചതിനാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാവട്ടെ അല്ലെങ്കിൽ കടത്തിന് സാധനം മേടിച്ചതാവട്ടെ, ഇതൊക്കെ ഒരു ലയബിലിറ്റിയാണ്. കാരണം നമ്മളിത് തിരിച്ചടയ്ക്കണം. ഒരു ഫ്യൂച്ചർ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഉണ്ടാവും ഇപ്പോഴത്തെ കാര്യം കൊണ്ട്. ഓക്കെ, നമ്മൾ പാസ്റ്റിൽ ചെയ്തൊരു കാര്യം കൊണ്ട് ഫ്യൂച്ചറിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയാം. നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3ാമത്തെ എലമെൻറ്റ് ഇക്വിറ്റിയാണ്. ഇക്വിറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു കമ്പനി നടക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാഷ് വേണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ, ആ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ നമ്മളത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് മെയിനായിട്ട് ക്യാപിറ്റലിൽ വരിക. സോ ഈ ക്യാപിറ്റൽ ആരാ കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സാണ് ക്യാപിറ്റൽ കൊടുക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് വെച്ചാൽ ഓണേഴ്സ്. അപ്പോൾ ഈ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച
ക്യാപിറ്റലിനെയാണ് മെയിനായിട്ട് നമ്മൾ ഇക്വിറ്റി എന്ന് പറയാം. ഇക്വിറ്റി പല ടൈപ്പ് ഉണ്ട്, പ്രിഫറൻസ് ഇക്വിറ്റി ഉണ്ട്, സാധാ ഇക്വിറ്റി ഉണ്ട്, അങ്ങനെ അതൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾ ഫ്യൂച്ചർ ക്ലാസ്സസിൽ പഠിക്കും. നാലാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് റവന്യൂ ആണ്. റവന്യൂ മെയിനായിട്ട് ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെയിൽസ് നടത്തിയിട്ട് റവന്യൂ കിട്ടും. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിനെ തന്നെ നിങ്ങൾ അസ്യൂം ചെയ്യും. അവർ ഡെയിലി വിൽക്കുന്നത് എന്തിനാണ്? അവർ നിങ്ങൾക്കൊരു സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സെയിലാണ്, അതിൽ നിന്ന് ഒരു റവന്യൂ കിട്ടുന്നുണ്ട്, നിങ്ങൾ കൊടുക്കുന്ന ക്യാഷല്ലേ. ഈ ക്യാഷിനെയാണ് നമ്മൾ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് റവന്യൂ ഉണ്ടാവും, ആ റവന്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കണം. സോ നമ്മുടെ ലാസ്റ്റത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസുകളാണ്. ഈ സൂപ്പർ മാർക്കറ്റിലുള്ള സാധനം, ഓക്കെ, നിങ്ങൾ ഇമാജിൻ ചെയ്യും, ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനം ഇരിക്കുന്നുണ്ട്, അത് തനിയെ ഭൂതം കൊണ്ടെന്ന് വെച്ചതാണോ? അല്ല, സൂപ്പർ മാർക്കറ്റ് ക്യാഷ് കൊടുത്തിട്ട് വേറെ ഡീലേഴ്സിൻ്റെ നിന്ന് മേടിച്ചിട്ടാണ് ഈ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് കുറച്ചും കൂടി റേറ്റ് കൂട്ടി വെക്കുന്നത്. സോ അത് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെൻസാണ്. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസ് ഉണ്ട്. ഈ എംപ്ലോയീസ് വെറുതെ അല്ല പണിയെടുക്കുന്നത്, അവർക്ക് ക്യാഷ് കൊടുക്കണം. ഈ സാലറി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ച് എക്സ്പെൻസാണ്. അവിടെ കറണ്ട് ബില്ല് വരുന്നുണ്ട്, അതൊരു എക്സ്പെൻസാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ 5 എലമെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഡബിൾ എൻട്രി എന്നാണ്. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ലെഡ്ജർ ഉണ്ടാക്കണം എന്നുള്ള കാര്യം, നമ്മുടെ അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ ലെഡ്ജറിലാണ് മെയിനായിട്ട് നമ്മൾ ഡബിൾ എൻട്രി എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്യുക. ഡബിൾ എൻട്രി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഏതൊരു ട്രാൻസാക്ഷൻ ഏതും ആയിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ, ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിന് 2 സൈഡ് ഉണ്ടാവും, 2 എഫക്റ്റ് ഉണ്ടാവും. ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതല്ല ഇതിൻ്റെ ഡെഫിനേഷൻ, അതെനിക്കറിയാം, എങ്കിലും നിങ്ങളൊരു പുതിയ സ്റ്റുഡൻ്റാണ്, പുതിയതായിട്ട് കോമേഴ്സിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. സോ ഏറ്റവും സിമ്പിളായ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡെബിറ്റ് എന്ന് വെച്ചാൽ വാട്ട് കംസ് ഇൻ എന്ന് വെച്ചാൽ നമുക്ക് ക്യാഷ് കിട്ടുകയാണ്, ആരെങ്കിലും നമുക്ക് ക്യാഷ് തരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അത് ക്യാഷ് മാത്രമല്ല, എന്തെങ്കിലും സാധനമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ മേടിച്ചതായിരിക്കാം. ഇതൊക്കെ വാട്ട് കംസ് ഇൻ ഈസ് ഡെബിറ്റ്. അതേപോലെ തന്നെ വാട്ട് ഗോസ് ഔട്ട്, അതായത് നമ്മൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം ആർക്കെങ്കിലും എടുത്തു കൊടുത്തു, അതാണ് ക്രെഡിറ്റ്. ഇത് ഏറ്റവും സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ACC തന്നെ പഠിക്കാൻ സ്റ്റുഡൻസ് ഉണ്ടാവും. അവരാരും വന്നിട്ട് ഇതൊന്നുമല്ല എക്സ്പ്ലനേഷൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ഇടുന്നത് സയൻസ് സ്ട്രീമിൽ നിന്ന് ACC പഠിക്കാൻ വേണ്ടി വന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ്. അവർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഒന്നും കൂടി ഈസി ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുക. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബിഗ് ഡാറ്റ എന്നാണ്. ബിഗ് ഡാറ്റ എന്ന് വെച്ചാൽ ഒന്നുമില്ല, പേരിൽ പറഞ്ഞ പോലെ തന്നെ ബിഗ് ഡാറ്റ. ഒരുപാട് ഡാറ്റ ഉണ്ടാവും, ഒരുപാട് കളക്ഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവും. ഈ ഡാറ്റേനെ ഒരു കമ്പനി കൈവശം വയ്ക്കുന്നതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇൻസ്റ്റഗ്രാം നിങ്ങളിപ്പോൾ ഒരു ഫോണിൽ ടൈപ്പ് ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോൺ പൗച്ച് എന്ന് ടൈപ്പ് ചെയ്തു, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ ഫോണിൽ മൊത്തം ഫോൺ പൗച്ചായിരിക്കും. ഇൻസ്റ്റഗ്രാമിലുള്ള ആഡുകൾ മൊത്തം ഫോൺ പൗച്ചായിരിക്കും. അതെങ്ങനെയാണ് ഈ വരുന്നത്? അതേപോലെ തന്നെ നിങ്ങൾ റീല് കണ്ടു, ഒരു സാഡ് റീൽ കണ്ടു എന്ന് വിചാരിക്കുക, പിന്നെ നിങ്ങൾ കാണുന്ന മൊത്തം സാഡ് റീലായിരിക്കും. അതെങ്ങനെ വരുന്നത്? ഈ കമ്പനീസൊക്കെ, ഈ മെറ്റ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇതൊക്കെ ഈ കമ്പനീസൊക്കെ യൂസ് ചെയ്യുന്നത് ബിഗ് ഡാറ്റയാണ്. ഇവർ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതേപോലെ നമ്മൾ കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി ഇടാം. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ബിക്കോസ് ഞാനങ്ങനെ ഒരു ടീച്ചറൊന്നുമല്ല, ഞാനിത് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണം. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ആ വീഡിയോ ഇടാൻ ഒരു മടിയും കാണിക്കില്ല. ആ കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ബൈ.